നമസ്കാരം. ചാർ ഡാമുകളിൽ രണ്ടാമത്തെ ഡാമായ ഗംഗോത്രിയാണ് ഈ കാണുന്നത്. ഗംഗാനദിയുടെ തീരത്ത് ഉത്ഭവസ്ഥാനത്തു നിന്നും കുറച്ച് ദൂരെയാണത്രേ. ചുറ്റും മഞ്ഞുമലകളൊക്കെയുള്ള ഇതിൽ ഏകദേശം ഉച്ചസമയത്താണ് നാം എത്തിയിരിക്കുന്നത്. എങ്കിലും നദി വളരെ തണുപ്പായിരുന്നു. ആദ്യം ദേവിയെ തൊഴുതിട്ട് പിന്നീട് ഗംഗാസ്നാനം ചെയ്യാമെന്ന് പറഞ്ഞു. ഗംഗാസ്നാനം വളരെ കഠിനമായിരുന്നു. സ്നാനം ചെയ്യുന്നതൊക്കെ ഓരോരുത്തർ എടുത്തിരുന്നു, പക്ഷേ കിട്ടിയിട്ടില്ല. ഇതാണ് ദേവി. ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല. എങ്കിലും 1-2 പേർ ആ ദേവിയുടെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തതിന് ഇതിൽ വച്ചിട്ടുണ്ട്. ആദ്യം തന്നെ തുടങ്ങുമ്പോൾ ആ ദേവിയുടെ ഗംഗാദേവിയുടെ അലങ്കാരത്തോടു കൂടിയിട്ടുള്ളതാണ്. വളരെ സ്ട്രിക്റ്റായിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നും കാവൽക്കാരൊക്കെ ഉണ്ട്. എല്ലാം സ്വർണ്ണ വിഗ്രഹമാണെന്ന് തോന്നുന്നു. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പ്രയാസമാണ്. എല്ലാം കണ്ട് അനുഭവിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നല്ല ഉച്ചസമയമാണെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു. നദിയിലാണ്. പുറത്ത് അത്ര വെയിലുണ്ടായിട്ടും ഒരു നിമിഷത്തിലധികം കാല് ആ വെള്ളത്തിൽ വെക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന്. എല്ലാവരും ബോട്ടിൽ വാങ്ങി ഗംഗാജലം കൊണ്ടുവന്നിരുന്നു. ഗംഗാദേവിയുടെ സമീപത്ത് തന്നെയുള്ള ഭഗീരഥനാണല്ലോ ഗംഗാദേവിയെ നമ്മുടെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ഭഗീരഥൻ്റെ ക്ഷേത്രവുമുണ്ട്. ഭഗീരഥൻ്റെ വിഗ്രഹമാണ് നാം കണ്ടത്. ഇതാണ് ഭഗീരഥൻ്റെ വിഗ്രഹം. അദ്ദേഹമാണ് പൂജ ചെയ്ത് ആ ദേവി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഉരുളൻ കല്ലുകളുടെ സമീപത്തു കൂടിയാണ് ഗംഗാദേവി ഒഴുകുന്നത്. വളരെ ശക്തിയോടുകൂടിയാണ് ഒഴുകുന്നുണ്ടായിരുന്നത്. ബാരിക്കേഡുകളോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും നന്നായി സ്നാനം ചെയ്തു. വസ്ത്രം മാറാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം മാറേണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഫുൾ നനഞ്ഞിരുന്നത് കൊണ്ടും വെയിലിൽ ഉണങ്ങാത്തത് കൊണ്ടും വസ്ത്രം അവിടെ നിന്ന് തന്നെ മാറി. പരിമിതമായ സൗകര്യങ്ങളാണെങ്കിലും എല്ലാവരും വളരെ നന്നായിട്ട് ആ സ്നാനം ആചരിക്കുകയും ദേവിയെ നന്നായി തൊഴുതുകയും ചെയ്തു. എല്ലാവർക്കും ആ ഗംഗാദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഓം തത്സത്.